ദമാമിലെ സീക്കോയിൽ പർച്ചേസ് ചെയ്യാൻ പോയതാ. അപ്പോൾ നല്ല വിശപ്പ്. അങ്ങനെ ഓടിക്കേറി നമ്മുടെ ഹോളിഡേയ്സ് റെസ്റ്റോറൻറ്റിലേക്ക്. സീ ഫുഡിനൊക്കെ നല്ല പേരിട്ട റെസ്റ്റോറൻ്റ് ആണ് ഹോളിഡേയ്സ്. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിശന്ന് കയറി. അപ്പോൾ നോക്കിയപ്പോൾ അവരുടെ മെനുവിൽ ഒരു ഐറ്റം കണ്ടു. അവിടെ ഒരുപാട് ഐറ്റം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫിഷിലൊരു ഐറ്റം ആണെന്ന് പറഞ്ഞു. ഈ കിടക്കുന്ന പിടക്കണ സാധനമാണ് നമ്മുടെ ഐറ്റം. വഞ്ചിക്കൂട്ട് എന്നാണ് ഇതിന് പറഞ്ഞത്. അവര് ഒന്നും മനസ്സിലായില്ല. വള്ളം പറഞ്ഞെന്നോ വഞ്ചി പറഞ്ഞെന്നോ എന്തോ കഥയൊക്കെ പറഞ്ഞു. അവസാനം സുപ്ര വിരിച്ച് ഒരു ഇല വിരിച്ച് അവരൊരു സലാഡും ഇട്ട്, അതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തി ഇട്ട്, അതിൻ്റെ കൂടെ നല്ല വൈറ്റ് റൈസും ഇട്ട്. അപ്പം ഞങ്ങൾക്ക് ചോറ് വിളമ്പും പോലെ എന്ന് വിചാരിച്ചു. ഇതോ അതൊന്നുമല്ല. അതിൻ്റെ പുറകെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ നല്ല നാടൻ നെയ്ച്ചോറിട്ട്, നല്ല ജീരകശാല അരിയുടെ നല്ല നെയ്ച്ചോറ്, അതിൻ്റെ കൂടെ എൻ്റെ പൊന്നോ അസാധ്യ സ്മെല്ല്. ഇതാണ് ആ സ്പെഷ്യൽ സാധനം, വഞ്ചിക്കൂട്ട്. അങ്ങനെ അവരൊരു ബക്കറ്റിൽ വന്ന് വഞ്ചിക്കൂട്ട് സെറ്റ് ചെയ്തു. ആ സാധനം ഒന്ന് കമത്തി തട്ടിയിട്ടു അതിലേക്ക്. അപ്പോൾ ഒരു സ്മെല്ലുണ്ട് എൻ്റെ സാറേ, എന്താ ഫീല്. നല്ല സ്മെല്ല്, ആവി ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറി. അതിലും സ്പെഷ്യലായിട്ട് ഞണ്ട്, കൂന്തള്, അയക്കൂറ, ചെമ്മീൻ, എന്തിനു വേണം മലബാറുകാരുടെ കല്ലുമ്മക്കായ വരെ ഉണ്ടായിരുന്നു അതിൽ. അതിൻ്റെ കൂടെ നല്ല ചെറു ചെറു മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അസാധ്യ ഫ്ലേവറാണ്. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ നല്ല നാടൻ മസാല ചേർത്തുണ്ടാക്കിയ കിടു സാധനം. അതിൻ്റെ കൂടെ ഒരു സാധനം കിട്ടി, നല്ല കൂജാ സർബത്ത്. ആ സാധനം ഇതിൻ്റെ കൂടെ ഒരു കിടു കോമ്പിനേഷൻ ആയിരുന്നു. അതതിൻ്റെ കൂടെ ഒന്നും ഉള്ളതല്ല, ഞങ്ങൾ ഓർഡർ ചെയ്തു, സംഭവം കുടിച്ചപ്പോൾ സാധനം കിടു ഐറ്റം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഹോളിഡേയ്സിൽ ഈ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടോ, മസ്റ്റായിട്ട് മറക്കണ്ട.